Hello everyone, so welcome back to our channel. And ഇന്ന് നമ്മൾ ഇന്നലത്തെ ബാക്കിയെ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് വരെ കണ്ടു. ഇനി ക്യാരക്ടർ ലിറ്ററൽസ്. ക്യാരക്ടർ ലിറ്ററൽസിൻ്റെ ഡെഫിനിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, a single character enclosed in single quotes that never changes its value during the program run is called a character constant. That is, ഒരു ലെറ്ററേ ഉണ്ടാവുള്ളൂ ആൻഡ് അതിനെ സിംഗിൾ കോട്ട്സിൽ ഇടാം. സിംഗിൾ കോട്ട്സിൽ വേണ്ട ഡബിൾ കോട്ട്സിൽ ഇടുമ്പോൾ അത് വേറെയാവും. ഞാൻ പറയാം. ദിസ് ഇസ് കോൾഡ് ക്യാരക്ടർ ലിറ്ററൽസ്. ആൻഡ് പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആസ്കിയൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ക്യാപിറ്റൽ എയുടെ വാല്യൂ 65, സ്മോൾ എയുടെ 97, അതേപോലെ ഇവിടെ സിക്ക് 99, പിന്നെ ക്യാപിറ്റലിലേക്ക് 65. ഇതാ. സോ ബേസിക്കലി സിംഗിൾ കോട്ട്സിലിടുന്ന ഒരു ക്യാരക്ടർ സ്മോൾ ലെറ്റർ ആവാം, ക്യാപിറ്റൽ ലെറ്റർ ആവാം. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ക്യാരക്ടർ ലെറ്റേഴ്സ് ആൻഡ് അതിൻ്റെ വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം സെയിം ആയിരിക്കും. ഇനി C++ has certain non-graphic constants which cannot be typed directly from keyboard. And these non-graphic symbols can be represented by using escape sequence, which consists of a backslash followed by one or more characters. എസ്കേപ്പ് സീക്വൻസ് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യും തോറും മനസ്സിലാവും. നമ്മൾ പ്രോഗ്രാം 1 ലൈൻ എഴുതി, ഇനി അടുത്ത ലൈനിൽ എഴുതണമെങ്കിൽ നമുക്ക് കുറേ സ്പേസ് ഇട്ട് കളിക്കാൻ പറ്റില്ല. അതിന് പകരം /n എന്നുള്ള എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യാം. /n മീൻസ് ന്യൂ ലൈൻ. ഇനി /t മീൻസ് ഹൊറിസോണ്ടൽ സ്പേസ്. നമുക്കൊരു സാധനം പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്തുള്ള പ്രിൻ്റ് ചെയ്യണം, അപ്പോൾ /t യൂസ് ചെയ്യണം. ഇനി എസ്കേപ്പ് സീക്വൻസിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം. നോൺ ഗ്രാഫിക്കൽ സിമ്പിൾസ് റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് escape sequence എന്താ സാധനം which cannot be typed directly from keyboard. ഇനി followed by one or more characters. ഓക്കെ, ഇനി അടുത്ത എസ്കേപ്പ് സീക്വൻസിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് പഠിക്കാം. /a audible bell, /b backspace, /a form space, /a neural form field, /r carries written, /t horizontal tab, /p vertical tab, / പിന്നെ ഇത് ഫോർവേഡ് അല്ല, ഇത് ബാക്ക്വേർഡ് /ആണ്. ഒരു സിംഗിൾ കോട്ട് ഇടുമ്പോൾ സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട് ഇടുമ്പോൾ ഡബിൾ കോട്ട്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, 0 ഇടുമ്പോൾ നൾ ക്യാരക്ടർ. ഇനി സ്ട്രിങ് ലിറ്റർ എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കുറേ നമ്പേഴ്സ് ഇടാം, അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരാളുടെ പേര്, അല്ലെങ്കിൽ അഡ്രസ്സ്, ഇതൊക്കെ ഡബിൾ കോട്ട്സിൻ്റെ അകത്തിട്ടാൽ അതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Definition എന്താ? A sequence of one or more characters enclosed within a pair of double quotes is called string concept. For instance, hello friends, 1, 2, 3, C++, baby's day out, etc. Classify the following into categories of literals. Single quotesൽ ഒരു ക്യാരക്ടർ മാത്രം ക്യാരക്ടർ ലിറ്ററൽ, പിന്നെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് സ്ട്രിങ് ലിറ്ററൽ. -124 ഇൻഡിജർ ലിറ്ററൽ, 12.5 ഫ്ലോട്ടിംഗ് പോയിന്റ്, -12e-1 ഇതെന്താ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ഇൻ എക്സ്പോണൻറ്റ് ഫോം. ഇനി രാജൂസ് പെൻ സ്ട്രിങ് ലിറ്ററൽ, 0 ഇൻഡിജർ, -7.9 ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. ഇനി സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് 2 സ്ലാഷ്, ഇത് ബാക്ക് /, ദിസ് ഇസ് എസ്കേപ്പ് സീക്വൻസ്, ദിസ് ഇസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഇനി ഇതെന്താ ഇൻഡിജർ ലിറ്ററൽ. അടുത്ത പങ്ക്ച്വേറ്റേഴ്സ്. നമ്മൾ ഇംഗ്ലീഷിൽ പങ്ക്ച്വേഷൻ മാർക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്. അതേപോലെ C++നും പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡെഫിനേഷൻ എന്താ? സം സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ഹാവ് സിൻടാക്റ്റിക് ഓർ സെമാൻറ്റിക് മീനിങ്. സിൻടാക്റ്റിക് പറയുമ്പോൾ റിലേറ്റഡ് ടു സിൻടാക്സ്, or semantic meaning to the compiler. They are called punctuators. Example: hashtag, semicolon, quotes, single quotes, double quotes, പിന്നെ curly bracket, square bracket, etc. ഇനി operators. Operator is a symbol that tells a compiler about a specific program. There are tokens that trigger some kind of operation. The operator is applied on a set of data called as operand. Okay. നമ്മൾ ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ പറയാം. എഗ് പ്ലസ്, മൈനസ്,
പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അരിത്മെറ്റിക് ഓപ്പറേഷനാണ്. ഞാനിപ്പോൾ A+B ചെയ്തു. ഈ എയുടെയും ബിയുടെയും മുകളിലാണ് നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും മുകളിലാണല്ലോ ചെയ്യുന്നത്. സോ ആരുടെ മുകളിലാണോ ഓപ്പറേഷൻ ചെയ്യുന്നത്, ദേ ആർ നോൺ ആസ് ഓപ്പറൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് വെച്ചാണോ ചെയ്യുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റർ. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു, ആരുടെ മുകളിലാണോ ചെയ്യണത് ഓപ്പറൻറ്റ്, അത് എന്ത് വെച്ചാണോ ചെയ്യുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ, ഇറ്റ്സ് കോൾഡ് ഓപ്പറേറ്റർ. Okay, there are various operators like arithmetic, relational, logical, assignment, conditional, etc. Example of operators പഠിക്കണം അടുത്ത ചാപ്റ്ററിലുണ്ട്. It's important. They classify the following into different categories of homework. Different categories of tokens. ഇത് homework ആണ്. ഇനി integrated development environment. Now we have learned the basic elements of a C++ program. Before we start writing C++ program, we must know where we will type this program. Like other programming languages, a tester is used to create a C++ program. The compiler such as GCC, GNU compiler collection. നമ്മൾ സ്റ്റേറ്റ് ബോർഡ് അധികം യൂസ് ചെയ്യുന്നത് ജീനി, GCC ഒക്കെയാണ്. ടർബോ CBSEക്കാർ അധികം യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ 2019 ഇറ്റ് ഗോട്ട് റിമൂവ്ഡ്. C++ ഇപ്പോൾ അവർക്കില്ല. Many of these IDs provide facilities for typing, editing, searching, compiling, and executing a C++ program. ബേസിക്കലി നമുക്കൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, ഇനി പ്രോഗ്രാം വല്ല എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, അതിന് ഡീബഗിംഗ് എന്നൊക്കെ വിളിക്കും. അതിനൊക്കെ വേണ്ടി നമുക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേറ്റ് ബോർഡ് ഒരു ജീനിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രോഗ്രാമിംഗ് എവിടെ വേണേൽ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉബണ്ടു ഇല്ല, അപ്പോൾ എങ്ങനെ പഠിക്കും എന്നുള്ളതൊന്നും വേണ്ട. നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസിൽ VS കോഡ് എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്യുക. Wait a minute. There is something called VS Code. ഓക്കെ, ഞാനിവിടെ C++ പ്രോഗ്രാം പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ VS കോഡിൽ ചെയ്യാം, ടെർമിനലിൽ റൺ ചെയ്യാം, കുഴപ്പമില്ല. അതർവൈസ് ഇവിടെ ഓൺലൈൻ കമ്പൈലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ വയ്യ എന്നാണെങ്കിൽ നമുക്കിവിടെ C++ ഓൺലൈൻ കമ്പൈലർ എടുക്കാം. എനിക്കിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം, ഇവിടെ റൺ ചെയ്താൽ എവിടെയെങ്കിലും ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ ഉബണ്ടു ഇല്ല, ഇങ്ങനെ പഠിക്കുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വയ്യെങ്കിൽ ഓൺലൈൻ കമ്പൈലർ ചെയ്യുക. നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യണമെന്നേ ഉള്ളൂ, എന്തിൽ ചേർന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ് ബോർഡുകാർക്ക് ജീനി എന്നുള്ള IDയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ അവർ ജീനിയിൽ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വേറെ സാധനത്തിൽ ചെയ്ത് പഠിച്ചിട്ട് ഇതിൽ ചെയ്യാൻ അറിയില്ല എന്നൊന്നും പറയാൻ പാടില്ല. നമ്മൾ സ്കൂളിൽ ലാബിൽ ഇതൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ ജീനി എങ്ങനെ ഓപ്പൺ ചെയ്യും, ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, ജീനി, പിന്നെ കമ്പൈൽ ബട്ടൺ എവിടെ, ഡീബഗിങ് ബട്ടൺ എവിടെ, പിന്നെ ബിൽഡ് ബട്ടൺ എവിടെയാണ്, അതൊക്കെ ലാബിൽ പോകുമ്പോൾ നോക്കി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഏത് പ്ലാറ്റ്ഫോമാണോ ഇഷ്ടം അവിടെ ചെയ്യുക. ഒന്നെങ്കിൽ ഓൺലൈൻ കമ്പൈലർ, അല്ലെങ്കിൽ ജീനി, അല്ലെങ്കിൽ VS കോഡ്, ജൂപ്പിറ്റർ. ദർ ആർ സോ മെനി പ്ലാറ്റ്ഫോംസ്. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു വറി. Okay, so GCC with Genie ID. GCC compiler is a free software available in Linux operating system. GCC stands for GNU Compiler Collection and is one of popular C++ compilers which works with ISO C++ standard. Genie is a cross-site platform ID for writing, compiling and executing C++ program. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം, അപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, Genie. ഇവിടെ മുകളിൽ നമുക്ക് റൺ ബട്ടൺ, ഡീബഗ് ബട്ടൺ ഒക്കെ ഉണ്ടാവും, കമ്പൈൽ ബട്ടൺ ഒക്കെ ഉണ്ടാവും. ഒക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ലൈൻ ഇട്ടിട്ട് നമ്മളിപ്പോൾ അപ്ലൈ കണ്ടല്ലോ, 2 \/ ഇട്ടിട്ട് എന്ത് ചെയ്താലും C++ ഇതിനെ കമാൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക.
കമാൻഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, എന്നിട്ട് കുറേ ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രോഗ്രാം വേറെ ആൾക്ക് കൊടുത്തപ്പോൾ അത് ഞാൻ എന്ത് ഉദ്ദേശിച്ച് എഴുതുന്ന ആർക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു, മൈ ഫസ്റ്റ് C++ പ്രോഗ്രാം. അല്ലെങ്കിൽ 2 നമ്പറിൻ്റെ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 നമ്പറിൻ്റെ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞു സം ഓഫ് 2 നമ്പേഴ്സ് ഇൻ സ്റ്റോർഡ് വേരിയബിൾ സം ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ ഇത് കാണുന്ന ആൾക്ക് മനസ്സിലാവും ഈ സ്റ്റെപ്പിൻ്റെ മീനിങ് സം ഓഫ് 2 നമ്പേഴ്സ് ആണ്. ഇനി സി ഔട്ട് ഫസ്റ്റ് നമ്പർ പ്ലസ് സി ഔട്ട് സെക്കൻഡ് നമ്പർ ഇതെന്താണെന്ന് മനസ്സില്ലെങ്കിൽ ഞാൻ മുകളിൽ പ്രിൻ്റ് സം എന്ന് എഴുതിയിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമൻറ്റ്സ് എഴുതുന്നത്. ആൻഡ് നമ്മുടെ കമ്പൈൽ ചെയ്ത് വരുമ്പോൾ കമൻറ്റ്സ് വായിക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, മനസ്സിലായെങ്കിൽ കുഴപ്പമില്ല, നമ്മളിനി അങ്ങോട്ടാകുമ്പോൾ കൂടുതൽ പഠിക്കും. സോ ഇത് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഇല്ലാത്തവർ സ്കൂൾ ലാബിൽ പോകുമ്പോൾ ചെയ്യിപ്പിക്കുക. സോ നത്തിങ് ടു വറി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററിൽ കാണാം. ഈ ബാക്ക് എക്സസൈസ് ഒക്കെ ചെയ്യണം. ഓക്കെ.